സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബജാജിൻ്റെ പ്ലാറ്റിന 100 സെൽഫ് സ്റ്റാർട്ടുള്ള മോഡൽ 100 cc സെൽഫ് സ്റ്റാർട്ടുള്ളതിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് 2024 മോഡലാണ്. ഇന്നിപ്പോൾ ജനുവരി 13 ഈ ജനുവരി മാസം ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ മോഡലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് എത്ര വരും, ഇതിന് മൈലേജ് എത്ര കിട്ടും, ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ കേരളത്തിലെ റോഡിൽ ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരാതെ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. പുതിയതായിട്ട് കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളൊരു 13 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വണ്ടി വൃത്തിയായിട്ടും മെനയായിട്ടും കംപ്ലൈൻറ്റ് ഇല്ലാതെ കൊണ്ടു നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിന്ന് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഈ വാഹനത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജിൻ്റെ ഷോറൂമാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബജാജിൻ്റെ വാഹനങ്ങൾ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ഓഫർ ഇട്ട് നല്ല എക്സ്ചേഞ്ച് വാല്യൂ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വാഹനങ്ങൾ തരുന്നതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടർ വേൾഡിൻ്റെ പേര് പറഞ്ഞാൽ അഡീഷണൽ 2500 രൂപയുടെ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പ്രൈസ്, ഡീറ്റെയിൽസ്, ഫിനാൻസ് എല്ലാം അന്വേഷിക്കുക. പിന്നെ നമ്മുടെ പേരും പറയാം, സ്കൂട്ടർ വേൾഡ് എന്ന് പറഞ്ഞാൽ മതി. ഒരു 2500 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ടും തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാറ്റിന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. മൈലേജിൻ്റെ രാജാവ് തന്നെയാണ് ഈ വാഹനം. അപ്പോൾ 2024 മോഡൽ പ്ലാറ്റിന 100 cc വരുമ്പോൾ സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഗ്രാഫിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയൊരു ബോഡി ഗ്രാഫിക്സ് ആണ് വന്നേക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളറും സിൽവറും കൂടി മിക്സ് ആയിട്ടുള്ള പുതിയൊരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനിൽ നല്ല ഭംഗിയുള്ളൊരു പുതിയൊരു ബോഡി ഗ്രാഫിക്സ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ പഴയ, അതായത് 2023 മോഡൽ ഇറങ്ങിയ പ്ലാറ്റിനേക്കാളും അഡീഷണൽ ആയിട്ട് 8 ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കൂടി പറയാം. പിന്നെ നമ്മൾ വണ്ടി എങ്ങനെ കെയർ ചെയ്യണമെന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ സൈഡ് വ്യൂ വരുന്നത്. ഒരു നല്ല എയറോഡൈനാമിക്കായിട്ട് ഫുൾ എയർ കട്ട് ചെയ്ത് പോകുന്ന ടൈപ്പുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില വരുന്നത് ഇന്ന് ജനുവരി 13 92,500 അപ്പോൾ നമ്മളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2500 നേരെ ഡിസ്കൗണ്ട് ചെയ്ത് 90,000 രൂപ റൗണ്ട് ചെയ്ത് വാഹനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് മൈലേജാണ്. പിന്നെ DTSI ടെക്നോളജി ഇപ്പോൾ 2024 മോഡലിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നോർമൽ ബജാജിൻ്റെ CT 100 വരുന്നുള്ള സെയിം ടെക്നോളജി, എഞ്ചിൻ ടെക്നോളജി തന്നെയാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അത് ഹൈഡ്രോളിക് ആണ്. വെച്ചാൽ ഷോക്ക് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫ്ലെക്സിബിളാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് 120 mm ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ കോമ്പി ബ്രേക്ക്, ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് ഉണ്ട്. 17 ഇഞ്ച് സിൽവർ കളറുള്ള അലോയ് വീൽസ് വരും. MRFൻ്റെ 17 സൈസിലുള്ള 875 ട്യൂബ്ഡ്, സാധാരണ ട്യൂബ്ഡ് ടയർ തന്നെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. സൈലൻസറിൻ്റെ കാറ്റലിക് കൺവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഓക്സിജൻ സെൻസറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ OBD2 സെൻസറുള്ള വാഹനമാണ്. അതുകൊണ്ടാണ് സെൻസർ അഡീഷണൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടിയും മിക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 109 cc എഞ്ചിനാണ്. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. 7.5 bhp പവർ വരുന്നുണ്ട്. ഗിയർ ലിവർ എല്ലാം നല്ല സ്ട്രോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സെൻസറിൻ്റെ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഫുഡ് റെസ്റ്റ് എല്ലാം നല്ല വീതിയുള്ള ഫുഡ് റെസ്റ്റാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ആൾക്ക് സുഖമായിട്ട് ചവിട്ടാൻ പറ്റും. മറ്റേ കോല് പോലുള്ള പഴയ ഫുഡ് റെസ്റ്റ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്ക് സസ്പെൻഷൻ മാറ്റി ഇപ്പോൾ കംഫർട്ടെക്കിൻ്റെ ഡ്യുവൽ സ്പ്രിംഗ് എന്നുള്ള 3 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സസ്പെൻഷനാണ് ഈ വാഹനത്തിന് വരുന്നത്. സീറ്റിനെ കുറിച്ച് പറയുന്നത് നല്ല വീതി നീളമുള്ള നല്ല വലിപ്പമുള്ള സീറ്റാണ് വന്നത്. ഇതാണ് E20 സപ്പോർട്ടഡ് ഫ്യൂൽ ടാങ്ക് വരുന്നതിൻ്റെ ഇഗ്നിഷൻ. 100ൻ്റെ മീറ്റർ ഫുള്ളി അനലോഗ് മീറ്ററാണ്. അതിപ്പോൾ സ്പീഡോമീറ്റർ ആയാലും ഫ്യൂൽ ഗേജ് എല്ലാം അനലോഗാണ് വരുന്നത്. ഇതാണ് ഫ്യൂൽ ഗേജ് വരുന്നത്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ ഇതുവരെ കണ്ട ഇൻഡിക്കേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അടുത്ത സൈഡിൽ ന്യൂട്രൽ ലൈറ്റ് വരും. വലത്തെ സൈഡിൽ അറ്റത്ത് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് വരും. പിന്നെ ഡിം ബ്രൈറ്റ് നോട്ടിഫിക്കേഷൻ കാണിക്കും. മിററെല്ലാം പുതിയ ഡിസൈനിൽ നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള മിററാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ സ്വിച്ചസ് എല്ലാം ഹൈ ക്വാളിറ്റി ആണ്. ഇതിലൊന്നും ഒരു കോംപ്രമൈസും വന്നിട്ടില്ല. ചെറിയ ഇരുമ്പ് ഐറ്റംസിന് ചെറിയ ക്വാളിറ്റി കുറവുണ്ട്. അത് ഫുഡ് റെസ്റ്റിൻ്റെ കമ്പിയാവും, തന്നെ സാരികാറിൻ്റെ കമ്പി എല്ലാം കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ആവുമായിരുന്നു. ഓവറോൾ ഫൈബറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഫൈബർ തന്നെയാണ്. ബാക്ക് മഡ്ഗാർഡൊക്കെ നല്ല നീളത്തിലുള്ള ഹാർഡ് ഫൈബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജബിളുള്ള. ബാക്ക് സൈഡ് ടയർ വരുന്നത് കുറച്ചുകൂടി വണ്ണുള്ള ടയറാണ്. 17 ഇഞ്ചിന് ഇത്തിരി വണ്ണുള്ള ട്രാക്ക് ടയർ പോലത്തെ ടയേഴ്സാണ്. പക്ഷേ നോർമൽ ട്യൂബ് ഇല്ലാത്ത ടയറല്ല, ട്യൂബ് ഉള്ള ടയറാണ്. ട്യൂബ്ലെസ് അല്ല, നോർമൽ ടയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും ഡ്രം ബ്രേക്ക് തന്നെയാണ്. പിന്നെ കോമ്പി ബ്രേക്ക് ഉണ്ട്. അതാകുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കൺട്രോൾ ആവും. അതുകൊണ്ട് ബ്രേക്കിംഗ് നല്ല എഫക്റ്റീവ് ആയിരിക്കും. സൈലൻസറിൻ്റെ ടിപ്പിൽ നല്ല ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു കവർ കൊടുത്തിട്ടുണ്ട്. സിങ്കാം വരുന്നത് ഒരു
നോർമൽ മെറ്റൽ സിങ്കാമാണ് വരുന്നത്. കൂടാതെ എഞ്ചിനിലേക്ക് ചെളി തെറിക്കാനുള്ള ഒരു മഡ് ഗാർഡും അതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ കാർബറേറ്റർ, ഇലക്ട്രോണിക് കാർബറേറ്ററാണ്. ഇതിന് പ്രത്യേകത വെച്ചാൽ കുറച്ച് ഫ്യൂൽ 50 രൂപ ഫ്യൂൽ ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും, ഓടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, കാർബറേറ്ററാണ്, ഇലക്ട്രോണിക് കാർബറേറ്റർ ആയതുകൊണ്ട് സെൻസർ കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ കമ്പനി പറയുന്നവരുടെ പെട്രോൾ അടിക്കാതിരിക്കണം, മിനിമം ഒരു 200 രൂപ പെട്രോളിന് വണ്ടിയിൽ അടിച്ചു വിടണം. ആ ഒരു കേസ് നിങ്ങൾ ഓർക്കണം കേട്ടോ. പിന്നെ ഇതിന് ക്ലിയറൻസ് നല്ല അപാര ക്ലിയറൻസ് ആണ്, 200 mm ക്ലിയറൻസ്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പമ്പൊന്നും ചാടിയാൽ തന്നെ വണ്ടി അടി ഇടിക്കില്ല, അപ്പോൾ അതൊടുത്ത് പേടിക്കണം. പക്ഷേ ഷോക്കപ്പിൻ്റെ സീല് കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിരിക്കണം. അത് പ്രൈസ് കുറക്കാനായിട്ട് അതിനെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടുനോക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈഡിങ് പൊസിഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നോർമലി ഒരു 5-4 പൊക്കമുള്ള ആൾ വരെ വണ്ടി മേടിക്കുന്നതിന് കുഴപ്പമില്ല. 5-2 ആകുമ്പോൾ കാലൊന്ന് എത്തിച്ച് താഴെ ചവിട്ടേണ്ടി വരും. ആ ഒരു പ്രശ്നം. 5 കീപ്പോട്ടാണെങ്കിൽ റിസ്ക് ആണ്, കാലെത്താൻ ചാൻസ് കുറവാണ്. അപ്പോൾ നോർമൽ നമ്മൾ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ പ്രശ്നം എന്തായാലും സ്റ്റാൻഡേർഡ് പുരുഷന്മാരെല്ലാവരും ഒരു 5-4 മേളിൽ ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ റോട്ടിൽ നമ്മുടെ നാട്ടിൽ ഓടിക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബമ്പുകൾ കൂടുതലാണ്, കുഴികൾ കൂടുതലാണ്. സസ്പെൻഷനും അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ ആയാലും ബാക്ക് സസ്പെൻഷൻ വളരെ ലൈറ്റാണ്, വളരെ സോഫ്റ്റാണ്. അപ്പോൾ അധികം വിട്ട് ചാടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ സ്പ്രിങ് കംപ്ലൈൻ്റ് ആവാനും സീലൊക്കെ പൊട്ടി ഓയിൽ പുറത്തു വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെറ്റലൊക്കെ ഈ പ്രൈസിലെത്താനായിട്ട് ഇപ്പോൾ ഏത് കമ്പനിയായാലും കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്യും. അപ്പോൾ കൂടുതൽ സമയം ചെളി മണ്ണ് ഒക്കെ പിടിച്ചിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് വണ്ടി ഒന്ന് കഴുകി തുടച്ചൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിങ്കാം, അതുപോലെ എഞ്ചിൻ്റെ മൗണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സൈലൻസർ, ഇതിലെല്ലാം ചെളിയെ കുറേ നാൾ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ച് ആ ഭാഗം വിട്ടു പോകാനും പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും ആക്സിഡൻസിലേക്കൊക്കെ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഉണ്ടാവുന്നല്ല, അതിനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കാലാവസ്ഥ അങ്ങനെ ഉപ്പുള്ള നാടുകളാണ്. അന്തരീക്ഷത്തിൽ കൂടുതൽ ജലാംശത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും വണ്ടി കൊണ്ടു നടന്നാൽ കുറച്ചധികം നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പറയാമെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളെല്ലാം മാറുക. ഒരു 1500-2000 കിലോമീറ്ററിനുള്ളിൽ തന്നെ എഞ്ചിൻ ഓയിൽ എന്തായാലും മാറിക്കളഞ്ഞേക്കുക. 350-400 രൂപ കേസ് വരുന്നുള്ളൂ. അപ്പോൾ എഞ്ചിൻ കുറച്ചും ലൈഫ് കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ ബോറൊക്കെ നോർമൽ സ്ക്വയർ ബോറിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിലിണ്ടറൊക്കെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്താൽ വിഷയം വരില്ല. ഞാനത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ബൈക്കുകളുടെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ എന്തായാലും കയറി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഓക്കെ, ബൈ.